18/8/2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ജയശ്രീ. ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു, 5 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ഇന്ന് 7 പേരെ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു. ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ 7ാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് 55 ദിവസമായിട്ടുള്ളൂ. 90 ദിവസമായാലേ ഇത് പുതുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ 55 ദിവസം ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു 2.5 ലക്ഷം രൂപേൻ്റെ എൻ്റെ മോൻ്റെ പേരിൽ ഒരു വണ്ടി ലോൺ ഉണ്ടായിരുന്നു. അത് കേസാകുമെന്ന് ഉറപ്പായിട്ട് അവർ പറഞ്ഞതാണ്. തലേ ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ 3 മണിക്ക് ഞാൻ ഈ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവർ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു, നിങ്ങളുടെ ലോണ് പുതുക്കി തരാം, 36 മാസം കാലാവധി തരാം, അതിനുശേഷം നിങ്ങൾ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചത് അമ്മ എൻ്റെ സഞ്ചാരി മാതാവാണെന്ന് ഞാൻ അറിഞ്ഞ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ വരണം. ഞാൻ ബാക്കിയുള്ള ഒരു നിയോഗങ്ങളും എന്തെഴുതിയെന്നോ ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. 7 പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വന്നെങ്കിലും നിയോഗങ്ങൾ എന്തെഴുതി എല്ലാ പ്രാവശ്യവും 1ാമത്തെ നിയോഗം അമ്മേൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണം, അമ്മ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ ഒരു നിയോഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നും ഇന്നും. എന്തായാലും ഞാൻ അന്ന് പോയി. അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മമാരോട് പറയുന്ന രീതിയിൽ തന്നെ പറയാറുണ്ട്. രാവിലെയും പറയും, വൈകുന്നേരവും. രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട്, ഇന്ന് എൻ്റെ നാവിൽ വരുന്ന എല്ലാ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും മറ്റാർക്കും ദ്രോഹം വരരുത്, അവർക്ക് നല്ലതേ വരാറുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറ്. പിന്നെ എനിക്ക് കിട്ടിയത് 30 വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു. 30 വർഷമായിട്ട് വണ്ടി കയറി വന്നാൽ ഛർദിയാണ്. ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് ഗുളിക കഴിച്ച് ഉടമ്പടി ക്ലാസ് കേൾക്കാനിരുന്നപ്പോൾ രാവിലെ തലേന്ന് ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം 3 ദിവസത്തെ എനിക്ക് ഉറക്കമാണ്. എനിക്കൊന്നും കേൾക്കാനോ കാണാനോ പറ്റില്ല, അതുപോലെ ഉറക്കമാണ്. ഇവിടെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മാതാവേ, ഈ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ഉറക്കം കാരണം ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും, എനിക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ, ഞാനൊരു അക്രൈസ്തയല്ലേ, പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ക്ലാസ് കേൾക്കാതെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ രോഗമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുമില്ല, ഞാൻ അത്ര വിചാരിച്ചിട്ടുമില്ല. ഞാൻ ഇങ്ങനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊന്ന് കോഴിക്കോട് പോയപ്പോൾ ഈ ഗുളിക പിന്നെയും കഴിച്ചു. ഗുളിക കഴിച്ച് ഇവിടെ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഛർദ്ദിച്ചു. അപ്പം ഞാൻ അയ്യോ, ഗുളിക കഴിച്ചിട്ട് എന്തായിരിക്കും ഛർദ്ദിക്കുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാൻ, നീ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തിനാണ് ഗുളിക കഴിക്കുന്നത്? അയ്യോ, ഞാൻ അപ്പോഴാണ് വിചാരിക്കുന്നത്, ഉടമ്പടി എടുത്തതാണെങ്കിൽ ഗുളികയുടെ ഛർദിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് തരുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പം തന്നെ. അത് കഴിഞ്ഞ് എനിക്ക് 23 വർഷമായിട്ട് തലവേദനയാണ്. തലവേദന വന്നാൽ 2 കണ്ണും കാണാതെ വരും. കാഴ്ച കുറവും, ശരിക്കും കാണില്ല. എനിക്ക് എഴുതാനോ പിന്നെ വായിക്കാനോ ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഞാൻ തൊഴിലുറപ്പിൽ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾക്ക് മേറ്റ് സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊരു ഓർഡർ വന്നു. ഞാൻ 15 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ജോലി പോയി. പിന്നെ എനിക്ക് കുനിഞ്ഞൊന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് തലവേദന. കുനിഞ്ഞ് നിന്ന് പണിയെടുത്താൽ അന്ന് എനിക്ക് തലവേദന തുടങ്ങും. തലവേദന തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് എനിക്ക് വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ 10ാം ക്ലാസ് എഴുതാൻ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഉടമ്പടി എനിക്ക് 10ാം ക്ലാസ് എഴുതാൻ ഇനി സാധിക്കുമോ? എനിക്ക് 54 വയസ്സായി, എനിക്കിത് എഴുതാൻ പറ്റുമോ? അങ്ങനെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്തായാലും പൊയ്ക്കോ, പാസ്സാകുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും ഞാൻ 1 വർഷം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് പോയി പരീക്ഷ എഴുതി. 2023 ഞാൻ 2 A+, 1 Aയും ബാക്കി 7 B+ വാങ്ങി ഞാൻ പാസ്സായി. ഞാനൊന്ന് പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇത്രയും മാർക്ക് എനിക്ക് തന്ന് പരീക്ഷ എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് പറയാനില്ല. എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത്. കാരണം എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് പഠിപ്പിക്കുന്നതെല്ലാം മറന്നു പോകും, പഠിച്ചാലും ഓർക്കില്ല. എങ്ങനെയാലും ഞാൻ പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. പിന്നീട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് 28 വർഷമായിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ചുമക്കണം, കുറേ വലിക്കാനുണ്ട്, ചുമക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലെ 5:30 പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും 6 മണി വരെ പ്രാർത്ഥിച്ചാൽ വെള്ളം കോരാൻ സമയം പോകും, ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ. ഇതെല്ലാം ബുദ്ധിമുട്ട്. ദൈവമേ, എന്ത് ചെയ്യും? ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ സമയം മുടങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചു, നമുക്ക് കിണറ്റിൽ നിന്ന് മോട്ടർ വെക്കാം. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, പെട്ടെന്ന് മോട്ടർ വെക്കാൻ
നമുക്ക് പറ്റില്ല, ഞാൻ പിന്നെ വെക്കുന്നുള്ളൂ, നിങ്ങൾ വെച്ചോ, ഇല്ല ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് അവർ കൂടി പൈസ തന്ന് ഞങ്ങൾ മോട്ടർ വെച്ചു. അത് കാരണം എനിക്ക് രാവിലെ 5:30 മുതൽ 6:30 വരെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു. പിന്നീട് എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുഴ ഇവിടെ ഈ ഭാഗത്ത് വന്ന് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി. അതിന് പിന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, അയച്ചു കൊടുത്തു. വേദനയില്ലാത്ത മുഴകൾ, അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് ഈ മുഴ കയ്യിൽ വന്നപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ അതുപോലെ തന്നെ ഇനിയും അത് ഓപ്പറേഷൻ ചെയ്ത് കുറേ നാൾ റെസ്റ്റ് എടുത്തിരിക്കണമല്ലോ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ മാതാവേ എന്ന് ചോദിച്ചു. ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ തൈലം തേക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴ കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിൽ ഈ മുഴ പോയല്ലോ. ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കഴിഞ്ഞ് പുതുക്കാനാകുന്നതിന് മുമ്പ് തന്നെ ആ മുഴ മിനിഞ്ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനോട് ചോദിച്ചിട്ടാണ് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ നാളെ പൈസ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വരും, ഇന്നൊരാളോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അത് ചോദിക്കും. എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വിഷമമുള്ളൂ, കുറച്ചുകൂടി മുമ്പ് ഇവിടെ വന്നില്ലല്ലോ, വരാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ എന്തുമാത്രം വിഷമിച്ചാണ് ജീവിച്ചിരുന്നതിന് മുന്നേ. ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല, ടെൻഷനില്ല. എപ്പോൾ ടെൻഷൻ വന്നാൽ അപ്പം തന്നെ പ്രാർത്ഥിക്കും. ആ ടെൻഷനെല്ലാം പോകും. നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. പ്രാർത്ഥനയെല്ലാം ആദ്യം തന്നെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. പിന്നെ അത് പത്രം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ്. വീടുകളിലും ടൗണുകളിലും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തിയിലൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അവിടെ പോയി എല്ലാ 5 ദിവസവും, ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും 5 ദിവസം എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹായ സംഘടനയാണ് അവിടെ പോയി എല്ലാം പരമാവധി പറ്റുന്നത്രയും ദിവസങ്ങളിൽ പോയി അവരെ സഹായിക്കും. പരമാവധിയുള്ള സഹായവും കൊടുക്കും. പിന്നെ പണിയെടുക്കാനും ഭക്ഷണം വെക്കാനും വിളമ്പാനും പാത്രം കഴുകാനും എല്ലാം കൂടി പണിയില്ലാത്ത മിക്കവാറും ദിവസങ്ങളിൽ പോകും. എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലോ 1-2 പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ ഒഴിവ് പോലെ പോയിരിക്കും. കാരുണ്യ പ്രവൃത്തി പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ. പിന്നെ തൊട്ടടുത്തുള്ളവർ എനിക്കറിയാം, എൻ്റെ മോളെ BSc നഴ്സിങ്ങിനെ പഠിപ്പിച്ചതാണ്. ആ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ പൈസയായിട്ടും അല്ലാതെ സാധനങ്ങൾ വാങ്ങാനായാലും പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. ഉപവാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കാറ്. എല്ലാ ബുധനാഴ്ച ഉപവാസം എടുക്കാറുണ്ട്. വചനം വായിക്കാതെ എനിക്ക് ബൈബിളിൽ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അവൻ്റെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ്, കൂട്ടുകാരിയിലും ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. അവരിവിടെ വന്ന് പിന്നെ ഞാൻ ബൈബിള് വായിക്കാൻ നമുക്കറിയില്ലായിരുന്നു. ബൈബിള് എത്ര രൂപ എവിടുന്നാണ് ബൈബിള് കിട്ടുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നെ ഒരു ബൈബിള് കൊണ്ടു തന്നു. ഞാൻ ഏകദേശം ആ ബൈബിള് വായിച്ച് തീരാറായി. ഒരു 10-15 പേജും കൂടി വായിക്കാനുള്ളൂ. വായിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാനത് വായിച്ച് തീരാറായി. ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പം അത് ഇനി കുറേ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിയാത്ത കാര്യങ്ങൾ അച്ഛനൊക്കെ വചനം പറയുമ്പം എനിക്ക് വേഗം ബൈബിള് നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഞാനത് കാരണം ആ വചനം എഴുതി വെച്ച് പിന്നീട് അത് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആ ബൈബിളിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത്രയൊക്കെ പിന്നെ തന്ന മാതാവിന് ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി. ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പറ്റുന്നത്രയും കാലം നടന്നു വരാൻ, ഇവിടെ എത്ര കാലം വരാൻ പറ്റുമോ അത്ര കാലം ഇവിടെ വരണമെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും എന്ത് സഹനം തന്നാലും പിന്നോട്ട് മാറില്ല. സഹനം തരുന്നത് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ദോഷം വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം പ്രാർത്ഥന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയം പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്ക് മാതാവ് എന്തായാലും തരും. ഇനി മുമ്പോട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പറ്റുന്നത്രയും കാലം വരികയും ചെയ്യും. എൻ്റെ മോള് നഴ്സിംഗ് പാസ്സാവണമേപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. മോളെ കാര്യമൊക്കെ മോള് വരുമ്പം പറയുന്നതായിരിക്കും.